നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ ഇത് നമ്മൾ നടത്തി കൊടുക്കുന്ന വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തെ പറ്റി ആരും പിന്നീട് ഒരു കുറവും പറയരുത്. അത് നമുക്ക് മോശം. അതെങ്ങനെ മോശാവും? ജാസ്മിന്റെ ഫാമിലിയും അവളുടെ വിവാഹം നടത്താനായി പങ്കുചേരില്ലേ? ജാസ്മിന്റെ അച്ഛൻ ഏതായാലും അവളുടെ കല്യാണം ആഡംബരമായിട്ട് നടത്തുന്ന ഉറപ്പാ. ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളുള്ള കുടുംബം. ആ ഫാമിലിയിൽ കെട്ടിച്ചയക്കാൻ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിശ്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നും ഒരു കല്യാണ മാമാകം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ കൂടി ചേരുമ്പോ മാരേജ് ഗ്രാൻഡ് ആകും. പാർവതി, ഇന്നലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളുടെ കാര്യം. നീ അതിങ്ങ് എടുത്തിട്ട് വരൂ. അതിപ്പോ തന്നെ നമുക്ക് ജാസ്മിന് കൊടുത്തേക്കാം. വിശാൽ, ജാസ്മിന്റെ കല്യാണത്തോടനുബന്ധിച്ച് മോന്റെ അമ്മ അണിഞ്ഞിരുന്ന ആഭരണങ്ങള് ഞാൻ ജാസ്മിന് കൊടുക്കാമെന്ന് വെച്ചു. ഇന്നലെ ഞാനത് പാർവതിയോട് പറഞ്ഞിരുന്നു. രാത്രി തന്നെ പാർവതി അതെന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്നാ പിന്നെ ആഭരണം കൈമാറുന്ന ചടങ്ങ് നടത്തിയേക്കാം അല്ലേ വിശാൽ? അതിനെന്താ, ആയിക്കോട്ടെ. ഇവൻ എന്താ ഇതിനെ എതിർക്കാത്തെ? സാധാരണ ഗായത്രിയുടെ ആഭരണങ്ങൾ അന്യർക്ക് കൊടുക്കാൻ ഇവൻ സമ്മതിക്കില്ലല്ലോ. ഇനിയിപ്പോ സ്വപ്നത്തിൽ വന്ന് കണ്ടതുപോലെ ഗായത്രിയുടെ ആത്മാവ് ഞങ്ങളെ വന്ന് പിടിക്കട്ടെ എന്ന് കരുതിയാണോ ഇവൻ മിണ്ടാതിരിക്കുന്നത്? ആ പാർവതി, നീ ചെന്ന് ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. പാർവതി, ചേച്ചി പറഞ്ഞത് നീ കേട്ടില്ലേ? അല്ല, ദേവമ്മയുടെ ആഭരണങ്ങള് അത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞില്ലേ? അതിന്റെ പവിത്രത അതൊന്നും ആലോചിച്ച് നോക്കിയിട്ട്. ഒന്നും ആലോചിക്കാനില്ല. വിശാലിനില്ലാത്ത ആ പ്രശ്നം നിനക്കെന്തിനാ? നീ ഞാൻ പറഞ്ഞത് ചെയ്യ. പോയി ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. വിശാൽ സാർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാർവതി, ആദ്യം ജാസ്മിന്റെ വിവാഹം നടക്കട്ടെ. നീ ചെല്ല. ചെല്ല പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.